നമസ്കാരം. മലേഷ്യയിലെ മെലാക്ക എന്ന നഗരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് സിംഗപ്പൂരിന്റെ ഭാഗത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. ആദ്യം പോകുന്നത് JB അഥവാ ജോഹർ ബാറു എന്ന സ്ഥലത്തേക്കാണ്. മലേഷ്യയുടെ തെക്കേ ഭാഗത്തെ അവസാനത്തെ ഒരു സ്ഥലം കൂടിയാണത്. 215 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ആകെ യാത്ര ചെയ്യാനുള്ളത്. ഞങ്ങൾ ഇന്ന് ബസ്സിലാണ് പോകുന്നത്. മെലാക്കയിൽ ഞങ്ങളെടുത്ത ഹോട്ടൽ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. നവീനിത ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്യാണ്. ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ടാക്സി ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താഴെ കാണുന്നൊരു നമ്പർ ഇല്ലേ, അതായത് MDQ 466, അതാണ് വണ്ടിയുടെ നമ്പർ. പോകാനുള്ള വണ്ടി ഇതാ വന്നു. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം. പക്ഷേ ബ്ലോക്ക് കിട്ടിയാൽ പിന്നെ ലേറ്റ് ആവും. രാവിലെ അല്ലേ. മെലാക്കയെ പറ്റി പറയുകയാണെങ്കിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണിത്. ശരിക്കും നൈറ്റാണ് അടിപൊളി. ഒരുപാട് വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ഈ ഒരു നഗരത്തിലുണ്ട്. ഞങ്ങളത് മൊത്തം പോയതാണ്. ശരിക്കും ഇവിടെയൊക്കെ നമുക്കൊരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഭാഗത്ത് മുഴുവനും വലിയ വലിയ ഹോട്ടൽസ് ഒക്കെയാണ്. ഇവിടെയുള്ള റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. ഇവിടെ തന്നെ 3 വരി 6 വരി പാതയാണ്. ബസ് സ്റ്റേഷന്റെ ഭാഗത്ത് ഏകദേശം നമ്മൾ എത്താനായി. ഇതൊരു ഡെക്കാത്ലോന്റെ ഒരു വലിയൊരു ഷോപ്പാണ്. ഇവിടെ ടാക്സികളായിട്ട് വരുന്ന വണ്ടികൾ വരെ അത്ര ലക്ഷറി വണ്ടികളാണ്. 8 റിങ്കറ്റാണ് ഞങ്ങൾക്ക് ആകെ ആയത്. മെലാക്കയിലെ ബസ് സ്റ്റേഷൻ ഇവിടെയാണ്. മെലാക്ക സെൻട്രൽ. ഇവിടെ സെൻട്രൽ എന്ന് എഴുതുന്നത് C അല്ല S ആണ്. രാവിലെ 11 മണിക്കാണ് ഞങ്ങളുടെ ബസ് ഇവിടുന്ന് പുറപ്പെടുക. ഇപ്പോൾ 10:20 കഴിഞ്ഞു. ബസ് സ്റ്റേഷൻ്റെ അകത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ കാണാം. ഇവിടുന്ന് നേരെയാണ് ടിക്കറ്റിൻ്റെ ആ ഒരു കൗണ്ടർ ഉള്ളത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ടിക്കറ്റിൻ്റെ ആ ഒരു PDF ആണുള്ളത്. അതവിടെ കാണിച്ചു കൊടുത്താൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. വളരെ സിമ്പിൾ പരിപാടിയാണ്. ബസ്സിലേക്കുള്ള ബോർഡിംഗ് ഒന്നും എന്തായാലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പുറപ്പെടുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ മാത്രമേ അതൊക്കെ സ്റ്റാർട്ട് ആവുള്ളൂ. ഇവിടെ ഓരോ ഡ്രസ്സിനൊക്കെ 10 റിങ്കറ്റൊക്കെയാണ്. ഇവിടെ 80 റിങ്കറ്റ്. 80 റിങ്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസയായി. കൗണ്ടർ ഇത് നേരെയാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. ഇവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മുടെ ആ ഒരു PDF ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബോർഡിംഗ് പാസിന്റെ പൈസ കൂടി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ടറിലുള്ള അദ്ദേഹം പറഞ്ഞു, ബോർഡിംഗ് പാസിന്റെ പൈസ കൂടി നിങ്ങൾ എന്തായാലും പേ ചെയ്യണം. 3.40 റിങ്കറ്റ് ഞങ്ങൾ എക്സ്ട്രാ കൊടുത്തു. ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇത് എക്സ്ട്രാ വാങ്ങിക്കുന്നത്? ഞങ്ങൾ ഓൾറെഡി പേ ചെയ്തല്ലോ. പക്ഷെ അതൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല. നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ ബോർഡിംഗ് പാസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും യാത്ര ചെയ്യണമല്ലോ, കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ബുക്ക് ചെയ്തത് റെഡ് ബസ് ആപ്ലിക്കേഷൻ വഴിയാണ്. അതിലെന്തായാലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ സ്കാൻ ചെയ്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും കയറി വരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാം. ഗേറ്റ് നമ്പർ C ആണ്. ഞങ്ങളുടെ ബസ്സിന്റെ ബോർഡിംഗ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാ അതാണ് ഗേറ്റ് നമ്പർ C. സ്കാൻ ചെയ്ത് ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഇതാണ് നമുക്കിന്ന് പോകാനുള്ള ബസ്, ജബാറ്റ് എക്സ്പ്രസ്. ഇവിടെ തന്നെ ലാർക്കിൻ, അതാണ് JBയിലത്തെ ആ ഒരു ബസ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ സെറ്റപ്പ് വണ്ടി തന്നെയാണ്. അപ്പോൾ ആദ്യം ബാഗ് അകത്തേക്ക് വെക്കാം. ഇവിടെ മറ്റ് KKKL ഗ്രൂപ്പിൻ്റെ ഒരു വണ്ടിയും കൂടിയുണ്ട്. സെറ്റപ്പ് വണ്ടിയാണ് ഇത്. ബസ്സിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൽ സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് മുന്നിൽ തന്നെയാണ്. ഇവിടെ ഡ്രൈവർ സീറ്റ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ഇതാ നവി ഇരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. കാരണം എടുക്കാനുള്ള റീസൺ ഇത് ഈ മുന്നിലെത്തിയ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി തന്നെയാണ്. റെഡ് ബസ് ആപ്പ് വഴിയാണ് ഈ ബസ്സിന്റെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 20 റിങ്കറ്റാണ് ഒരാൾക്കായത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ നോക്കുവാണെങ്കിൽ 470 രൂപേന്റെ അടുത്ത് വരും. വണ്ടി പുറപ്പെടാൻ ഇനി 43 സെക്കൻഡ്, 42 സെക്കൻഡ്, 41 സെക്കൻഡ് അങ്ങനെ കാണുന്നില്ലേ. ഈ സമയത്തിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടണം.
അതുവരെ ഇത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. മുൻഭാഗത്ത് തന്നെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്. AC വെന്റുകളും ക്യാമറയൊക്കെ ഇതാ ഈ ഭാഗത്താണ്. നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്ത് തന്നെ AC വെന്റൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് നല്ലൊരു പ്രീമിയം ബസ് തന്നെയാണ് ഇത്. പിന്നെ മലേഷ്യയിലത്തെ എല്ലാ ബസ്സുകൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. ഇതിലുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സുഖമായിട്ടിരിക്കാം. പുഷ് പാക്കിംഗ് സീറ്റ് കൂടിയാണിത്. 11:05 അങ്ങനെ ഇതാ മെലാക്ക സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നമ്മുടെ ബസ് പുറപ്പെടുകയാണ്. ഇവിടെ ശക്തമായ വെയിലൊക്കെയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ബ്ലൈൻഡൊക്കെ വെച്ചത്. ബസിന്റെ ഹോണൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റേഷൻ തന്നെയാണിത്. ഇവിടൊക്കെ ഒരു 1 സീറ്റാണ്, അതായത് 2x1 സീറ്റിംഗ് ലേഔട്ടാണ്. ഇവിടെ ഒന്നും ആരും ഇല്ല. നോക്കിയ സമയത്തെല്ലാം ഫുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ബുക്ക് ചെയ്ത ആൾക്കാർ വരാത്തതായിരിക്കാം. ബസ് സ്റ്റേഷനിൽ കണ്ട ഒരു ബസ്സായിരുന്നു ഇത്. നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എക്സ്പ്രസ് വേയിലേക്ക് കയറും. ആയിട്ടില്ല, അത് കുറച്ചുകൂടെ പോകാനുണ്ട്. കോലാലംപൂർ ലെഫ്റ്റിലേക്ക്, ജോഹർ ബാറു റൈറ്റിലേക്ക്. ഈ മോളിലൂടെ പോകുന്നത് തന്നെയാണ് എക്സ്പ്രസ് വേ. എവിടത്തേക്ക് ഇങ്ങനെ വളഞ്ഞാ പോവുക. ശരിക്കും ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെ വൃത്തിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേ. എക്സ്പ്രസ് വേയിലേക്കുള്ള ഒരു എൻട്രി. മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണിത്, നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ. 204 കിലോമീറ്റർ ഇനി യാത്ര ചെയ്യാനുണ്ട്. 3 വരി 6 വരി പാതയാണിത്. ഒരുപാട് ട്രക്കുകളുണ്ട് ഈ ഒരു റൂട്ടില്. ഇനിയൊരു 85 കിലോമീറ്റർ കൂടെ ഉണ്ട് GB-യിലേക്ക്. ബസ് അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. മുന്നിലൊരു ട്രക്ക് പോകുന്നില്ലേ, അത് ഈ ബസ്സിന് ഇപ്പം ഓവർടേക്ക് ചെയ്താണ്. റൈറ്റ് സൈഡ് വഴി ഓവർടേക്ക് ചെയ്ത് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ലൈനിലേക്ക് കയറി. അതായത് ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിലത്തെ ട്രാക്ക് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ. ഇൻഡിക്കേറ്റർ എല്ലായിടത്തും. ഒരു കാർ ഇപ്പോൾ ട്രാക്കിലേക്ക് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലേ, അതാണ്. പിന്നെ അധികം ഹോൺ അടി എവിടെയും ഇല്ല. അതായത് ഈ ബസ്സിന് ഇപ്പം മറ്റു വണ്ടികളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കയറും, ഓവർടേക്ക് ചെയ്ത് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും വരും. ഇതിൽ ചില ട്രക്കുകൾ സിംഗപ്പൂരിലേക്കൊക്കെ പോകേണ്ടതുണ്ടാവും.
ഒരു കാർഡ് വെക്കുക അവിടെ. കാർഡ് വഴിയാണ് എമൗണ്ട് കട്ടാവുന്നത്. വുഡ്ലാൻഡ്സ്, ഈ വുഡ്ലാൻഡ്സ് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. എനിക്ക് തോന്നുന്നു നമ്മളിവിടുന്ന് ടേൺ ചെയ്യാനുള്ള ഒരു സ്ഥലമായിരുന്ന നേരെ JB, അതായത് സിംഗപ്പൂർ ഭാഗത്തേക്കുള്ള ഒരു റോഡ്. നേരെ ഇനിയിപ്പോൾ ലാർക്കിൻ എന്നൊരു ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണല്ലോ പോകുന്നത്. അങ്ങനെ JBയിലെത്തി. ഇനിയിപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ ഇപ്പം പുറത്ത് വെയിലുണ്ട്, അതോടൊപ്പം തന്നെ മഴക്കാറും കാണുന്നുണ്ട്. ഞങ്ങൾ കോലാലംപൂരിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും മഴയുണ്ടായിരുന്നു. ജോർജ് ടൗണിൽ നിന്ന് പോയ സമയത്ത് അവിടെ മഴയേ ഇല്ല. കഴിഞ്ഞ ദിവസം മെലാക്കയിൽ മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. എവിടെയും പെയ്യാതെ നിൽക്കട്ടെ. മെലാക്കയിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം എവിടെയും വണ്ടി നിർത്തിയില്ല. അതായത് ഒരു ബ്രേക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ നിർത്തുന്ന വിചാരിച്ചത് ഒരു മണി സമയത്തൊക്കെ ജസ്റ്റ് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം JB എത്തിയല്ലോ, 2 മണിയായി. അങ്ങനെ JBയിലെ ലാർക്കിൻ ബസ് സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. ഒരു ഡബിൾ ഡെക്കർ ബസ്സിനെയൊക്കെ കാണാം ഇവിടെ. മെലാക്കയിൽ നിന്നും ഞങ്ങൾ വന്ന ആ ഒരു ബസ് ഇതാ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ ഇറക്കി തിരിച്ചു പോവുകയാണ്. നല്ലൊരു സർവീസ് തന്നെയായിരുന്നു. ഇവിടെ മറ്റ് ബസ്സുകളൊക്കെ വന്ന ആൾക്കാരെയൊക്കെ ഇറക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ JBയിലത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ തന്നെയാണ് ലാർക്കിൻ ബസ് ടെർമിനൽ. മലേഷ്യയിലത്തെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും ഇവിടുന്ന് ബസ്സുകളുണ്ട്. കൂടാതെ തന്നെ തായ്ലൻഡിലേക്കും സിംഗപ്പൂരിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. സിംഗപ്പൂരിലെ ക്യൂൻ സ്ട്രീറ്റിലേക്കൊക്കെ ബസ്സൊക്കെ ഇതാ ഇവിടുന്നാണ് പുറപ്പെടുന്നത്. നമ്മൾക്ക് ഇനി നേരെ പോകേണ്ടത് JB സെൻറ്റർ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലോക്കൽ ബസ്സുകളൊന്നും കിട്ടുമോ നോക്കാം. JB സെൻറ്ററിലേക്ക് ഇനി ഇതുപോലെയുള്ള ബസ്സിലാണ് പോകാനുള്ളത്. അപ്പോൾ അത് ഏത് വണ്ടിയാണ്, അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നതൊക്കെ നമുക്ക് നോക്കണം. ഇത് JB സെൻറ്ററിലേക്കുള്ള ബസ് തന്നെയാ. അത് പോയി കേട്ടോ. അപ്പൊ അതായിരിക്കും മിക്കവാറും പോകുന്നത്. ഇവരോടായിട്ടും ചോദിച്ചു നോക്കാം. JB സെൻറ്ററിലേക്കുള്ള ബസ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കത് പൈസ ഇട്ടുകൊടുത്താൽ മാത്രം മതി. JB സെൻറ്ററിലേക്ക് 8 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഗ്രാബ് ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് 16 റിങ്കറ്റ് 18 റിങ്കറ്റ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. JB സെൻറ്ററിലേക്ക് ഏകദേശം എത്താനായി. ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. നേരെയാണ് സിംഗപ്പൂര്. എത്ര പാലങ്ങളൊക്കെയാണെന്ന് നോക്കിയേ. വുഡ്സ്ലാൻഡൊക്കെ നേരെ അങ്ങോട്ടാണ്. അങ്ങനെ യാത്ര ചെയ്ത് JB സെൻട്രലിന്റെ ഇവിടെ എത്തിയേ. ഇവിടെ തന്നെയാണ് ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇതാണ് ആ ഒരു ഭാഗം. ഞങ്ങളിനിപ്പോ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു റെസ്റ്റോറൻറ്റ് നോക്കട്ടെ, അത് ഏത് ഭാഗത്തേക്കാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്ത് കിട്ടി. 2.5 കിലോമീറ്റർ പോകാനുണ്ട്. ഇതിലേക്കൂടെ ഇനിയിപ്പം നടന്നു പോകാനാണ് ബുദ്ധിമുട്ട്. മുഴുവനും വലിയ പാലങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. എന്തായാലും നടക്കാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അത് താഴെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ഹോട്ടലുള്ളത് ആ ഒരു ഭാഗത്താണ്. അവിടത്തേക്കാണ് ഇനിയിപ്പോൾ വളഞ്ഞു പോകേണ്ടത്. അതിവിടെ ഒരുപാട് പാലങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇനി അവിടം വരെ എത്തണമെങ്കിൽ ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. കുഴപ്പമില്ല,
നല്ല വഴിയാണല്ലോ, അങ്ങനെ നടന്നു പോവാം. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകളൊന്നും തന്നെ ഇല്ല. ഇതിലൂടെ നടന്നു പോകുമ്പോഴാണ് അങ്ങ് ദൂരെയായി മറ്റൊരു രാജ്യത്തിലെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാനായി സാധിക്കുന്നത്. സിംഗപ്പൂർ എന്ന ഒരു ചെറിയ രാജ്യമാണ് ആ മുന്നിലായി കാണുന്നത്. അതിലൂടെ ഒരു മഞ്ഞ ലൈനൊക്കെ ഉണ്ട്. ഇതൊരു കടലിടുക്കാണേ, ജോഹർ കടലിടുക്കായത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു റോഡ് നേരെ ആ ഒരു രാജ്യത്തിലേക്ക് പോകുന്നത്. സായിബാബ ഗിഫ്റ്റ് ആൻഡ് സുവനീർ സെന്റർ. ഇവിടെ ഒരുപാട് തമിഴൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഇടുങ്ങിയ വഴിയാണ് ഇത്. ഇനി നേരെ തന്നെയാണ് നടക്കാനുള്ളത്. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് നടക്കാം. നടക്കാനായാലും നല്ല വഴികളാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ചൈനീസ് കാണാം. അരുൾമികു രാജമറിയാമൻ ക്ഷേത്രം, അതായത് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം കാണാനായി സാധിക്കുന്നത്. നല്ലൊരു കൊത്തുപണികളൊക്കെയാണ്. ഈ ഒരു ക്ഷേത്രം ഈ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇതാ ഒരു കൂട്ടം പ്രാവുകളത്രം. പോകുന്ന വഴിയിൽ തന്നെ ഒരു ഗുരുദ്വാര കൂടി കാണാം. ഇവിടെ സിഖ് ടെമ്പിൾ എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതാ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ്. അത് ശരി, അപ്പോൾ ഇതൊരു ലിറ്റിൽ ഇന്ത്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ഷേത്രം കണ്ടു, ഗുരുദ്വാര കണ്ടു, ഇതാ പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിയ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ എവിടെയോ ആണ്, അമ്മ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ലൊക്കേഷൻ വെച്ച് വന്നത്. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. ഞങ്ങൾ ഓർഡർ ചെയ്ത മീൽസ് അങ്ങനെ വന്നിരിക്കുകയാണ്. വൈറ്റ് റൈസ് ആണ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പപ്പടമുണ്ട്, ഒരുപാട് കറികളുണ്ട്. ഇതാ സാമ്പാറുണ്ട്, രസമുണ്ട്, പിന്നെ ഇവിടെ തൈരുണ്ട്, പിന്നെ ഇത് ക്യാബേജാണ്. ഇവിടെ എത്തിയിട്ട് ഇതാ നവീനൊക്കെ ഓൾറെഡി കഴിച്ചു തുടങ്ങി. കാരണം ഇപ്പൊ തന്നെ 3 മണി കഴിഞ്ഞല്ലോ അല്ലേ? ഏത് പരിപ്പല്ലേ? കഴിച്ചോ. മത്തന്റെ ഒരു ഐറ്റം ഉണ്ട്. ഇത് മീൻകറിയാണ് കേട്ടാ. അപ്പൊ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് ഇവിടുന്ന് നല്ല ഊണ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു. ഒരു ആവറേജ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. 26.90 റിങ്കറ്റാണ് ആകെ ആയത്. അതായത് നമ്മുടെ 635 ഇന്ത്യൻ രൂപ അത്രയും വരും കേട്ടോ. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഫുഡിനൊക്കെ. ഇനി ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂരിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ മഴ കാരണം അത് ഓപ്പൺ ആണോ എന്ന് അറിയില്ല. അത് ഇവിടുന്ന് വളരെ അടുത്താണ്. JBയിലെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. അതായത് ഇത് വലിയൊരു കെട്ടിടമാണ്. മെനാര ജയലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ 34ാമത്തെ നിലയിലേക്കാണ് കയറാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വലിയൊരു മഴക്കാറില്ലേ, ഇത് കാരണം ഇവരിനിപ്പോൾ മുകളിലോട്ട് എൻട്രി ചെയ്യാൻ വിടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് മറ്റു വലിയ കെട്ടിടങ്ങളും കൂടെ കാണാം. മെനാര ജയലാൻഡ്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ എവിടെയാണ്? ഇതാ ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ നിരക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായത്. അവിടെ സ്ക്രീനിൽ നിന്ന് അത് മാറി. So the price are 38 ringgit. 30 ringgit. Yeah, 38. You are not Malaysian, right? No, we are Indian. ഇവിടെ കൊടുത്തിട്ടുണ്ട്. 38 ringgit. 38, You okay. enter here, you need to cover your shoe. The shoe cover is 2 ringgit. So 40 ringgit include the shoe cover. Including Shoe cover 40. ഇതിൻ്റെ അകത്തെ ടൈമിംഗ് ആണ് ഇവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 38 റിങ്കറ്റും പിന്നെ എക്സ്ട്രാ 2 റിങ്കറ്റ് വേറെയുണ്ട്. അപ്പോൾ 40 റിങ്കറ്റ് ആവും. മലേഷ്യനാണെങ്കിൽ 28 റിങ്കറ്റാണ് ആവുക. ഇനിയിപ്പോൾ നേരെ മുകളിലേക്ക് പോവുകയാണേ. ശരിക്കും ഇവിടെ അധികം ആൾക്കാർ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ എന്നാണ്. 34. 34.
34 അവിടെയാണല്ലോ. 34. ഓക്കെ, അപ്പൊ നേരെ മുകളിലേക്ക് പോവാണ്. ശരിക്കും തിരക്കേ ഇല്ല അല്ലേ? ഞാൻ വേറെ കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജന്മത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടത്തിൽ കയറുന്നത്. അതെ, ഇനിയിപ്പോ 34-ാം നിലയിലേക്ക് പോകണം. പെട്ടെന്ന് തന്നെ ഫ്ലോറ് മാറി മാറി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 12, 13, 14 പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ 34-ാമത്തെ നിലയിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. ഇനിയിപ്പോ ഇവിടെയാണ് നമുക്ക് കാണാനുള്ള വ്യൂ ഉള്ളത്. നടന്നോളൂ. ഇവിടുന്ന് വന്നിട്ട് ആദ്യം തന്നെ ഷൂ കവർ ഇടണം. ഇതിന് എക്സ്ട്രാ 2 റിങ്കറ്റ് ആണ് പേ ചെയ്തത്. നവീൻ അവിടുന്ന് അതൊക്കെ ഇടുകയാണ്. റെഡിയല്ലേ? സ്കൈ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഇതാ നമ്മളങ്ങനെ കയറി. JB നഗരത്തിന്റെ ആ വലിയൊരു കാഴ്ച ഇതാ അങ്ങ് ദൂരെ കാണുന്ന അതാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിലെ വുഡ്ലാൻഡ്സ്, ചെറിയൊരു രാജ്യത്തിന്റെ വലിയൊരു കാഴ്ച. ഇവിടെയാണ് നിങ്ങൾ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി വരേണ്ടത്. അതായത് സിംഗപ്പൂർ ആ ഒരു രാജ്യത്തിന്റെ കാഴ്ച ഇതാ അങ്ങ് അവിടെ മുതൽ തന്നെ ഇതാ തുടങ്ങുകയാണ്. ഇനി ഒരു മഴക്കാറുള്ളത് കൊണ്ട് വ്യക്തത കുറച്ച് കുറവായിരിക്കും. ഇവിടെയൊക്കെയാണ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. അങ്ങത അതും സിംഗപ്പൂരിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ നേരത്തെ ലാർക്കിൻ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയില്ലേ, ആ സമയത്ത് തന്നെ SG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് ഉണ്ട്. അതായത് ഇവിടുന്ന് തന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് സിംഗപ്പൂരിലേക്ക് ബസ്സൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ അങ്ങനെ പോകാൻ പറ്റില്ല. മീൻസ് ഉദ്ദേശിച്ചത് വിസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മലേഷ്യനെ കാട്ടി കുറച്ചും കൂടെ ടഫാണ് സിംഗപ്പൂർ പോകാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മേലെ ഭയങ്കര കാറ്റാണ് കേട്ടോ, നിൽക്കുന്നത് വളരെയധികം ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ വരുന്ന ഇമിഗ്രേഷനും മറ്റേ സെക്യൂരിറ്റി ചെക്കിങ്ങും എന്താ പറയാ ചെക്ക് പോസ്റ്റ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിലൂടെ ഒരു പാലൊക്കെ പോകുന്നത് കാണാം. അതങ്ങ് അവിടെയാണ്. നേരത്തെ ബസ് ഇറങ്ങിയ JB സെൻട്രലൊക്കെ ഈ ഒരു ഭാഗത്താണ്. ശരിക്കും അവിടുന്ന് കുറച്ച് വളഞ്ഞിട്ട് വേണം ഈ ഒരു ഭാഗത്തെത്താൻ. നടന്നു വരാൻ ബുദ്ധിമുട്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഈ പാലങ്ങൾ തന്നെയാണ് ഒരു വെല്ലുവിളി. ഏതിലേ പോകണമെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. സിംഗപ്പൂരിന്റെ ആ ഒരു കാഴ്ച ഇനിയിപ്പോ നേരെ മലേഷ്യയിലെ, അതായത് നമ്മുടെ JB നഗരത്തിന്റെ ആ ഒരു കാഴ്ച ഇതാ ഈ ഭാഗത്തേക്കാണ്. ശരിക്കും ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടാ. കാരണം ഈ താഴെ കാണുന്നത് ഇതിൻ്റെതാ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കാണുന്നത് താഴത്തെ ഒരു കാഴ്ചയാണല്ലോ, അതാണ് ഇത്രയും പേടി. അതായത് ഇത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ ട്രാക്കൊക്കെ ഇതാ ഇതിലൂടെ പോകുന്നതാണ്. നേരെ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി പോകും. അപ്പം നമ്മൾ നേരത്തെ വന്നത് ഇതാ അങ്ങ് അതിലൂടെയാണ്. കുറച്ച് വളഞ്ഞിട്ട് തന്നെയാണ് വന്നത്. നേരത്തെ തന്നെ പറഞ്ഞില്ലേ ജോഹർ കടലിടുക്ക്, അത് തന്നെയാണ് ഇവിടുന്ന് കാണുന്നത്. അങ്ങ് അതിലൂടെയാണ് ബോർഡർ വരുന്നത്. ഇവിടെ മറ്റും വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുന്നിലത്തെ കെട്ടിടത്തിൽ പോയാലാണ് സിംഗപ്പൂർ നഗരത്തിൻ്റെ ഒരു നല്ലൊരു കാഴ്ചയൊക്കെ കാണാനായി സാധിക്കുക. ദേ ആ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗത്ത് പോയാൽ മതിയാവും. ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സമയമായി. ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് സുഖമായിട്ട് നടക്കാം. പിന്നെ ഇവിടെ ആയിട്ട് കാണുന്നത് ഒരു ലോക്കോമോട്ടീവ് ആണെന്നാ തോന്നുന്നത്. ഇത് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സമയമായി ഇതിൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് കുറച്ച് നടക്കാം. ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. ആകെ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്പേസിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാനുള്ളത്. അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. അതൊരു ETS ആണ്, ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആണ്. അത് പോയി. പിന്നെന്താ പറയാ, അതിലൂടെ അതാ ബസ് പോകുന്നത് കാണാം. അതായത് JB സെൻട്രലിലേക്ക് പോകുന്ന ബസ്സുകളാണത്. നമ്മൾ നേരത്തെ വന്നില്ലേ ഒരു ബസ്സിൽ, ആ ഒരു ടൈപ്പ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ മലേഷ്യയുടെ തെക്ക് ഭാഗത്താണ് സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ പേരും സിംഗപ്പൂരാണ്, അതുപോലെ തന്നെ സിറ്റിന്റെ പേരും സിംഗപ്പൂർ തന്നെയാണ്. ഇതിന്റെ വലിപ്പം പറയുകയാണെങ്കിൽ ചെറിയൊരു രാജ്യമാണ് കേട്ടോ. നമ്മുടെ കേരളമൊക്കെ വരുന്നത്, കേരളം ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലത്തെ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണ്ണമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരാണല്ലോ. നമ്മുടെ കാസർഗോഡിന്റെ വിസ്തീർണം വരുന്നത് 1992 ചതുരശ്ര കിലോമീറ്ററാണ്. ഈ സിംഗപ്പൂരിൻ്റെ എത്രയാണെന്ന് അറിയോ? വെറും 735 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു രാജ്യത്തിന്റെ വിസ്തീർണം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന്റെ 4 മടങ്ങുണ്ട് കണ്ണൂർ ജില്ലേന്റെ ഒരു വിസ്തീർണം. അത്രേ ഉള്ളൂ, കുഞ്ഞു രാജ്യമാണ്. പക്ഷെ രാജ്യത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം. കാരണം വെച്ചാൽ
അത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിലൊക്കെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണല്ലോ, അങ്ങനെ ഈ മലേഷ്യയിലൊക്കെ വരുന്ന പോലെ ഒന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. മലേഷ്യയിലെ ഈ JB സെൻട്രലില്ലേ, ഇവിടുന്ന് സിംഗപ്പൂരിലെ വുഡ്സ്ലാൻഡിലേക്ക്, അതായത് ആ ഒരു ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകാം. ഞങ്ങൾക്ക് ഇപ്പം എന്തായാലും ഒന്നും പോകാൻ പറ്റില്ല, കാരണം ഇവിടെ പോകണമെങ്കിൽ ബാങ്ക് ബാലൻസ് ഒക്കെ കുറച്ച് കൂടുതൽ വേണം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. അപ്പോൾ ഇവിടെ കയറിയത് എന്തായാലും വെറുത്തായി തന്നെ പറയാം. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പം നമുക്ക് ഇറങ്ങാനുള്ളൊരു ഏകദേശം സമയമായി. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെയൊരു സൗകര്യമൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ആ താഴേക്കുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടുന്ന് വേറൊരു കാര്യം കൂടെ ഞങ്ങൾ പറയാൻ വിട്ടുപോയതാണ്. അതെന്താണെന്ന് പറയാം. അതായത് ഇവിടെ ആ ഒരു കടലെടുക്കില്ലേ, ജോഹർ കടലെടുക്ക്, ഇതിലൂടെ ഫെറി ഉണ്ട്. അതായത് ഇതിലൂടെ ഇങ്ങനെ കറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇന്തോനേഷ്യയിലേക്കും കൂടെ പോവാം അല്ലേ. ഒരു പുതിയൊരു അറിവില്ലേ, അത് ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മലേഷ്യക്കാരാണ്, തമിഴാണ്. ഞങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് സംസാരിക്കാൻ വന്നത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മലാക്കയിലൊക്കെ പോയ സമയത്തൊക്കെ പറഞ്ഞില്ലേ, ഇവരുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറയാൻ വന്നതാണ്. അങ്ങനെയാണ് ആ അണ്ണൻ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഒരു കടലെടുക്കില്ലേ, ഇതിന് വഴി ഇങ്ങനെ പോയി സിംഗപ്പൂരിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ബാത്താം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു പുതിയൊരു അറിവ് കൂടിയാണ്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടാ. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു സമയമായി. ഇതിൻ്റെ മുകളിൽ 2 മണിക്കൂറാണ് നമുക്ക് ചിലവഴിക്കാനുള്ളൊരു സമയമുള്ളത്. ഏകദേശം 2 മണിക്കൂറാകാനായി. എന്തായാലും ഇനിയിപ്പം ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. കാരണം ഈ JBയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ കയറി കഴിഞ്ഞാൽ അത് വെറുത്ത് തന്നെയാണ്. താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ നല്ല മഴയാണ്. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. ഇപ്പം ഈ മഴ പെയ്ത് തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ മുകളിലേക്ക് പ്രവേശനമില്ല. അത് വലിയൊരു ഭാഗ്യം തന്നെ. ഇനിയിപ്പോൾ ഈ ഒരു മഴ കുറയട്ടെ. സിംഗപ്പൂർ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും ഇതിന്റെ മുകളിൽ കയറിയിട്ട് നല്ലൊരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചല്ലോ. ഫ്യൂച്ചറിൽ എന്തായാലും ഞങ്ങളുടെ ആ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ സിംഗപ്പൂർ ഉണ്ട്. എന്തായാലും ഞങ്ങൾ പോകും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മലേഷ്യയിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ വിസ ഒന്നും വേണ്ടല്ലോ. പക്ഷേ സിംഗപ്പൂരിൽ വിസ വേണം, അറൈവൽ കൂടിയല്ല, വിസ തന്നെ വേണം. എത്രയോ കുറച്ച് പൈസയൊക്കെ അടച്ച ശേഷം വിസ എടുക്കണം. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഒരു 3 ദിവസം മുന്നേ SG അറൈവൽ കാർഡ് എടുക്കണം. അല്ലാതെ നമുക്ക് ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ട്രാൻസിറ്റ് അടിച്ചൊക്കെ കയറാം. അത് പിന്നെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കൂടാതെ മനു നേരത്തെ പറഞ്ഞില്ലേ, ബാങ്കിൽ എത്രയോ അക്കൗണ്ട് ബാലൻസ് ഒക്കെ വേണം, അങ്ങനെയൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് പ്രായോഗികമല്ല. കൂടാതെ തന്നെ സിംഗപ്പൂർ നല്ല എക്സ്പെൻസീവ് ആണ്, അതായത് ഹോട്ടൽ റൂമും മറ്റു കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം സിംഗപ്പൂരിന്റെ ഭാഗത്താണല്ലോ ഞങ്ങളുള്ളത്. ഇനി നേരെ ട്രെയിൻ കയറി തായ്ലൻഡിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അതൊരു 1.5 ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റത്തിനടുത്തിലേക്കും ബൈ.